ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് മൈൻക്രാഫ്റ്റ്. അപ്പം നമ്മൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നൊരു 1 ബ്ലോക്ക് സ്കൈ ബ്ലോക്ക് ചാലഞ്ചാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. നമ്മൾ 100 days ആണ് സർവൈവ് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് കുറേ പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ചാലഞ്ച് ഇവിടെ തുടങ്ങിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നൈസായിട്ട് ഈ ബ്ലോക്ക് പൊട്ടിച്ച് നോക്കാം. എന്നെ കിട്ടുന്ന ബെറ്ററൊക്കെ അല്ല. ഓക്കെ, നമുക്ക് ഡേർട്ട് കിട്ടി, പിന്നെ ഓക്കോ പ്ലാങ്ക്സും കിട്ടി. അപ്പോൾ നമ്മുടെ ഓക്കോ പ്ലാങ്ക്സ് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ അതെന്നാ സാധനം താഴെ കോഴി ആടൊക്കെ പോയി ചെസ്റ്റിൻ്റെ അകത്തൊക്കെ വീറ്റും സീഡും ഉണ്ട്. ഓക്കെ, വീറ്റ് സീഡും ഉണ്ട്. അപ്പോൾ ഇതുകൂടി പൊട്ടിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ നൈസായിട്ട് ഇത് അത്യാവശ്യം ഇച്ചിരുന്ന് വലുതാക്കണം ഈ പ്ലാറ്റ്ഫോം. അത് മാത്രമേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ബാക്കി വീഡിയോയിൽ നമ്മൾ കുറേ അപ്ഗ്രേഡ് ചെയ്ത് പോകുന്നതായിരിക്കും. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ ഇത് മാത്രമേ ഉള്ളൂ. നമുക്ക് നൈസായിട്ട് ഈ ഓക്കോ പ്ലാങ്ക്സ് കൊണ്ട് സ്റ്റിക്ക് ഉണ്ടാക്കാം. ഓക്കെ, തേങ്ങ സ്റ്റിക്ക് ഉണ്ടായി, ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാൻ ജസ്റ്റ് മറന്നുപോയി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തായിട്ട് കിട്ടുന്ന നോക്കാം. പിന്നെ ഷീപ്പ്. ഓക്കെ, പിന്നെ നമുക്ക് ആ ചെസ്റ്റ് തേങ്ങ അവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കാൻ ആഡ്സ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പണിയാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ സ്റ്റിക്ക് അതൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ആ ചെസ്റ്റിൽ ബീറ്റും ഇതുമൊക്കെയാണ് കിട്ടുന്നത്. ഓക്കെ, സീഡും ഒക്കെയാണ്. ഇത് മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത്, വേറൊന്നും ഇല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. ബെറ്റർ പിന്നെ ഓക്കെ, ഗ്രാസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കത് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി അപ്പം ഗ്രാവൽ, പിന്നെ ഗ്രാസ്, പിന്നെ ആടും കോഴിയും ദാണ്ട പോകുന്നു. അപ്പോൾ വീറ്റ് സീഡും സ്വാഭാവികം. അങ്ങനത്തെ ആടും കോഴിയൊക്കെ വന്നാൽ അത് തന്നെ കിട്ടത്തുള്ളൂ, വീറ്റും സീഡും ഒക്കെ. അപ്പോൾ അടുത്ത് നമുക്ക് പൊട്ടിച്ച് നോക്കാം. ഇതൊക്കെ ഗ്രാസ് ഇതൊക്കെ ഉള്ളവിടെ അടുത്ത് വീറ്റ് സീഡും ആയിരിക്കും. ഇതിൻ്റെ അകത്ത് നമുക്കൊന്ന് ഊഹിച്ച് നോക്കാം. ഓക്കെ, കണ്ടോ, നമ്മൾ പഠിച്ച് ഇത് സിമ്പിളാണ്. അപ്പോൾ നൈസായിട്ട് നമുക്ക് അതുകൂടി പൊട്ടിച്ച് നോക്കാം. അപ്പോൾ എന്നാ കിട്ടുന്നത്? ബെഡ്റോക്കോ? അല്ല ഗ്രാവൽ പേടിച്ച് പോയി. ഓക്കെ, നമുക്ക് ഓക്കോ പ്ലാങ്ക്സ് കിട്ടിയിട്ടുണ്ട്. നൈസായിട്ട് അതുകൂടി പൊട്ടിച്ച് നമുക്ക് ഇച്ചിരി പ്ലാങ്ക്സ് ഉണ്ടാക്കിയിട്ട് ഒരു മറ്റേ പിക്കാക്സ് എല്ലാം ഉണ്ടാക്കാം. ഓക്കെ, സോറി, ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് ഫസ്റ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ പെട്ടു നേരത്തെ പോലെ. അപ്പോൾ നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെച്ചിട്ട് ബാക്കിയും കൂടെ പൊട്ടിക്കാം. ഗ്രാസ് കിട്ടി, പിന്നെ ചെസ്റ്റ് കിട്ടി. ഈ ചെസ്റ്റ് കൊള്ളാം കേട്ടോ. ഈ ചെസ്റ്റിൻ്റെ അത് നമുക്ക് കുറേ ക്വാർട്സ് ഉണ്ട്, നെതർ ക്വാർട്സ് ഉണ്ട്. നമുക്ക് ആ സാധനം നല്ലതാണ്. പിന്നെ ഗോൾഡിൻ്റെ നഗറ്റ്സ് ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ബ്ലേസ് പൗഡറും മറ്റു സാധനമൊക്കെ നെതറൈറ്റിൻ്റെ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആ ചെസ്റ്റ് നമുക്ക് പൊട്ടിച്ച് കൈ വെക്കാം. അടുത്തത് നമുക്ക് ഗ്രാസാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ചെസ്റ്റ് കിട്ടി, അതിൻ്റെ അത് നമ്മുടെ നേരത്തെ ചെസ്റ്റിലുള്ള പോലെ ക്വാർട്സൊക്കെയാണ് ഉള്ളത്. ഓക്കെ, നമുക്കെല്ലാം കളക്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ അകത്തെ മെയിൻ പരിപാടികളൊക്കെ. പിന്നെ നമുക്ക് സാധനം കിട്ടി. നമ്മൾ പെട്ടെന്ന് പൊട്ടിച്ച് പോകാം കേട്ടോ കേസ്. നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് ട്രാൻസ്ഫോം ചെയ്യണം. ഓക്കെ, പിന്നീട് നമ്മൾ പെട്ടെന്നാണ് സാധനങ്ങളൊക്കെ പൊട്ടിച്ച് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചൊന്ന് ട്രാൻസ്ഫോം ചെയ്യാം. നമുക്ക് ഈ ഡേർട്ട് വെച്ചൊന്ന് ഇച്ചിരി കൂടെ ഒന്ന് ഇതാക്കാം, നീളം കൂട്ടാക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് ഓക്ക് പ്ലാങ്ക്സ് കൂടെ ഒക്കെ ഡാർക്ക് ഓക്ക് പ്ലാങ്ക്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് ഇച്ചിരി ഒന്ന് വലുതാക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെച്ചിട്ട് നൈസായിട്ട് ബാക്കിയും കൂടെ പൊട്ടിക്കാം. അപ്പോൾ നമ്മൾ പൊട്ടിച്ച് നോക്കിയോ, പിന്നെ എന്താ നമ്മുടെ കോഴിയും ആടും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആ ചെസ്റ്റിൻ്റെ അകത്ത് പീസ് ഇടും. ഓക്കെ, സ്വാഭാവികം. നമുക്ക് അതുകൂടി പൊട്ടിക്കാം. അടുത്ത് തന്നെ കിട്ടുന്ന നോക്കാം. ചത്ത് ഗൈസ്, ഇങ്ങനത്തെ പണി ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഒരിക്കലും. പിന്നെ ചത്ത്. ശിവൻ ഭയങ്കര തലവേനയല്ല, ഇവനെ അങ്ങനെ അടിച്ച് താഴെ ഇടണം, അല്ലെങ്കിൽ ഓക്കെ അടിച്ച് താഴെ ഇട്ടു. ഞാനും എടാ എത്രാമത്തെ കേട്ടോ, 3 ചാകൽ ഒരുമിച്ച് കേട്ടോ ഗൈസ്. അപ്പോൾ അങ്ങനത്തെ ഒരു പണി വന്നിട്ട് നമ്മൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതുകൂടി പ്രതീക്ഷിച്ച് വേണം പൊട്ടിക്കാൻ. ഓക്കെ, ആ ചെസ്റ്റിൽ നിന്ന് നമുക്ക് സാൻഡ് കോപ്പ് അടുത്തതിൽ നിന്ന് പിന്നെ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. കോഴി പോയില്ലല്ലോ, നൈസായിട്ട് തള്ളിയിടാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ഈ കോപ്പം കൊണ്ട് നമുക്ക് വല്ലതും ഉണ്ടാക്കാം? ഇല്ല ചമ്മിപ്പോയി, ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നൈസായിട്ട് ബാക്കിയും കൂടെ പൊട്ടിക്കാം. ആ ചെസ്റ്റ് പൊട്ടിച്ചു. അടുത്ത് നമുക്ക് ആ സാധനം തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് തന്നെയാണ് ആടും കവും ഗൈസ്, രണ്ടിൻ്റെ കുഞ്ഞാണ്, രണ്ടും കൂടി ഉണ്ടാക്കിയ കുഞ്ഞാണ്. ആർക്കറിയാം ഇതന്നെ ഇങ്ങനെ ഇരിക്കുന്നേ. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇച്ചിരി കൂടെ ഒന്ന് പുതുക്കി പണിയാം. ഈ ചെസ്റ്റൊക്കെ എൻ്റെ കുറേ ഇരിപ്പുണ്ട്. പിന്നെ നമുക്ക് നൈസായിട്ട് ബാക്കിയും കൂടെ പൊട്ടിക്കാം. സമയം കളയാതെ നമുക്ക് ബാക്കിയും കൂടെ പൊട്ടിച്ചിട്ട് മാക്സിമം ഇതൊന്ന് ഇതാക്കാൻ നോക്കാം, സ്പേസ് ഉണ്ടാക്കാൻ നോക്കാം. ഓക്കെ, പിന്നെ ഗ്രാവൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ മൂക്ക് പ്ലാങ്ക്സ് കിട്ടി. നമുക്കതുകൊണ്ടൊരു പിക്കാക്സ് ഉണ്ടാക്കാം. ഓക്കെ,
ലക്കിൽ നമുക്കൊരു പിക്കാസ് ഉണ്ടാക്കാനുള്ള സാധനമായിട്ടുണ്ട്. നമ്മളിനി ചറവറ പൊട്ടിക്കുകയാണ്. പിന്നെ മറ്റേ ആടും കോഴിയും മങ്ങാണ്ടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്നൊരു പിക്കാസ് പോയി ഉണ്ടാക്കാം. പിക്കാസ് എന്ത് ഫസ്റ്റ് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് തേങ്ങ ഒരു പ്ലാൻ കൂടി വേണം, ചമ്മി. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് പൊട്ടിക്കാം. പിന്നെ വീഡിയോ ജസ്റ്റ് യൂസ് എൻ്റെ പൊന്നട, ഞാൻ ഓർത്ത് പിന്നെ തലവേനയായിരിക്കുന്നു. ആ ചെസ്റ്റിൻ്റെ അകത്തുനിന്ന് അത്യാവശ്യം നല്ല ലൂട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പിന്നെ ആ ചെസ്റ്റ് അങ്ങോട്ട് പൊട്ടിച്ചെടുക്കാം. ഓക്കെ, പിന്നെ ആട് ഈ ചെസ്റ്റ് മാത്രമേ ഉള്ളൂ അവിടെ അതിൻ്റെ അകത്ത്. എന്തുവാ ഇത്? അപ്പോൾ നമുക്ക് നൈസായിട്ട് ഈ ഡേർട്ട് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഇവിടെ ഇങ്ങനെ ഒന്ന് ഇതാക്കാം. ഓക്കെ, നൈസായിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഇച്ചിരി വലിപ്പം വെപ്പിച്ചിട്ട് നമുക്ക് പിന്നെ ആ ചെസ്റ്റ് അങ്ങോട്ട് പൊട്ടിച്ച് കളയാം. ഓക്കെ, എന്നിട്ട് ആ കോഴിയെ താഴെ ഇടാം. ഓക്കെ, നമുക്ക് എൻഡർ പേളും നമ്മുടെ എൻഡ് സ്റ്റോണും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നല്ലൊരു സാധനമാണ്. അപ്പോൾ നമുക്ക് എൻഡർ പേൾ വെച്ച് നമുക്ക് കുറച്ച് ചെയ്യാൻ പറ്റും. കളഞ്ഞു, എൻഡർ പേൾ കളഞ്ഞു. ഞാൻ എന്നെ അയ്യോ, ആകെ ഉണ്ടായിരുന്ന എൻഡർ പേളും നമ്മൾ കളഞ്ഞിട്ടുണ്ട് നൈസായിട്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ എൻഡ് സ്റ്റോൺ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നെ പൊട്ടത്തരമാണ് കാണിച്ചേ. അപ്പോൾ നമുക്ക് ആ ചെസ്റ്റ് പൊട്ടിച്ച് രാവിലെ പൊട്ടിച്ചിട്ട് ഈ ഫ്ലിൻറ്റ് കിട്ടി കേട്ടോ. അപ്പോൾ നമുക്ക് നൈസായിട്ട് അടുത്ത ചെസ്റ്റ് കിട്ടി. അതിൻ്റെ അകത്ത് ലാവ വാട്ടർ. ഓക്കെ, നമുക്ക് കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കോബിൾ സ്റ്റോൺ ജനറേറ്ററൊക്കെ നമുക്ക് ഉണ്ടാകാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പൊട്ടിച്ച് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചെസ്റ്റ് കൂടി പൊട്ടിച്ചിട്ട് അടുത്ത് തന്നെ കിട്ടുന്നത് നോക്കാം. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് ഈ കുറച്ച് പരിപാടികളുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. അല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് നമ്മളിപ്പോൾ സാധനം എടുത്ത് അവിടെ വെച്ചാനേ കേസ്. അപ്പം പണി കിട്ടിയാനേ. ഓക്കെ, അപ്പം നമുക്ക് ആ ചെസ്റ്റ് നൈസായിട്ട് പൊട്ടിക്കാം. ചെസ്റ്റ് പൊട്ടിച്ചിട്ട് എന്നാ കിട്ടുന്നതെന്ന് നോക്കാം. പിന്നെ ചെസ്റ്റ് തേങ്ങ ഇത് കിട്ടി ഒരു പരുവ്. എനിക്കിപ്പോൾ ബീറ്റ് നിറയാറായാല്. അപ്പോൾ നമുക്ക് നൈസായിട്ട് ആ ചെസ്റ്റ് പൊട്ടിച്ചെടുക്കാം. ഗ്രാവൽ പൊട്ടിക്കാം. ഫ്ലിൻറ്റ് കിട്ടി. നമുക്ക് ഗ്രാസ് പൊട്ടിക്കാം. പിന്നെ ആ പശു തേങ്ങാക്കൊല വന്നിട്ടുണ്ട്. അപ്പോൾ നൈസായിട്ട് അവനെ അടിച്ച് താഴെ ഇടാം. നമുക്ക് കോഴിമുട്ട സൈഡിൽ കിടപ്പുണ്ടല്ലോ. വീറ്റ് നമുക്കിത് പൊട്ടിച്ചിട്ടെടുക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് വീറ്റൊക്കെ കിട്ടി. നൈസായിട്ട് ഗ്രാവൽ പൊട്ടിച്ചു, ഒന്നും കിട്ടിയില്ല. ഡേർട്ട് പൊട്ടിച്ചു. ഓക്കെ, പിന്നെ ആ കോഴി, പിന്നെ ആടുപശുവും അങ്ങോട്ട് താഴോട്ട് പോയിട്ടുണ്ട്. നമ്മളൊരു കോഴിമുട്ട എടുത്തിട്ട് നൈസായിട്ട് എറിഞ്ഞ് നോക്കാം. പൊട്ടി. നല്ല ഭാഗ്യമായതുകൊണ്ട് ഒന്നും നടക്കുന്നില്ല. അപ്പോൾ നമുക്ക് ആ ചെസ്റ്റ് നൈസായിട്ട് പൊട്ടിച്ചെടുക്കാം. പിന്നെ ഗ്രാസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗ്രാസ് നൈസായിട്ട് പൊട്ടിച്ചു, ഒന്നും കിട്ടിയില്ല. പിന്നെ ആ ചെസ്റ്റ് കിട്ടി. ചെസ്റ്റ് കൊണ്ട് ഇപ്പം നമുക്കൊരു പ്രയോജനമില്ല. നമുക്ക് ആ വീറ്റ് കിട്ടുന്നതല്ലാതെ വേറെ ഒരു ഇതുമില്ല കേസ്. നമുക്ക് നൈസായിട്ട് ഇരുന്ന് ഇവിടെ ഡേർട്ട് വെച്ചിട്ടൊന്ന് ഇച്ചിരി ഇതാക്കാം, നീളം കൂട്ടാം. നൈസായിട്ട് പൊട്ടിക്കാം, സാധനം പൊട്ടിക്കാം. ഓക്കെ, ഡേർട്ട് കിട്ടി. ആ കോഴിയെ താഴെയിട്ട് അടുത്ത കോഴിയെ താഴെയിട്ട് ഗ്രാവൽ പൊട്ടിച്ച് എന്നിട്ട് ഷോക്ക് കിട്ടി, വുഡ് കിട്ടി. അപ്പോൾ നമുക്ക് അതും പൊട്ടിച്ച് സോംബി. എനിക്കിത് പേടിയാണ് കേസ്, സോംബിയെ വരുന്നത്. നമ്മൾ താഴെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള സാധനം എല്ലാം പോലുള്ള പണിയെന്ന് വെച്ചാൽ അന്യായ തലവേനയാണ് കേസ് ഈ സോംബിയെ കൊണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ വന്ന് കയറിയ ഭയങ്കര പണിയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഒരു പിക്കാസ് ഒരു സോഡ് കൂടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നൈസായിട്ട് ഇത് പൊട്ടിച്ച് തുടങ്ങാം. ഓക്കെ, ആളെ പിക്കാസ് ഉണ്ടാക്കിയ കാര്യം ഇവർ അറിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം തന്നെ നമുക്ക് അടുത്ത സാധനം മാറ്റിയവർ. നൈസായിട്ട് നമ്മൾ കോൾ എടുത്തിട്ട് ചെസ്റ്റ് അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ചെസ്റ്റ് കിട്ടി. ഇത് നല്ലൊരു ചെസ്റ്റാണ് കേട്ടോ. ഗോൾഡൻ നഗറ്റ്സ് കിട്ടി. പിന്നെ കോട്സ്, നെതറേറ്റിൻ്റെ മറ്റേ സാധനം, പിന്നെ ഒരു ചെടി. രാത്രി ആകാറായി. അപ്പം നമുക്ക് നൈസായിട്ട് ഇതെല്ലാം ഈ ചെസ്റ്റിൻ്റെ അകത്തൊക്കെ എനിക്ക് താഴെ പോകുന്ന പേടിയാണ്. അപ്പോൾ താഴെ പോയെങ്കിൽ നമ്മൾ സേഫാണ്. നമ്മുടെ കയ്യിൽ വേറെ ഒന്നുമില്ല. ആകെ പിക്കാസ് ഉണ്ട്. പിക്കാസ് ഉള്ളതുകൊണ്ട് പണിയാണ്. പിക്കാസ് പോയാൽ പിന്നെ നമുക്ക് പാടാം ഇങ്ങനത്തെ സാധനമൊക്കെ പൊട്ടിക്കാൻ. അപ്പോൾ നമുക്ക് ഈ എൻഡ് സ്റ്റോൺ നൈസായിട്ട് ഇവിടെ വെച്ചൊന്ന് ഇച്ചിരി വലുപ്പം കൂടെ നമ്മുടെ പ്ലാറ്റ്ഫോമിനെ ആക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ ഗോള് ജസ്റ്റ് ഒന്ന് ഇതാക്കുക, നമ്മുടെ പ്ലാറ്റ്ഫോം ഒന്ന് വലുതാക്കുക എന്നാണ് ഈ പാർട്ട് 1. നമ്മളിത് അത്യാവശ്യം നല്ല ഒരു 100 days ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ Day 1 ആണ്. അപ്പോൾ ചെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ചെസ്റ്റ് പൊട്ടിക്കട്ടെ. ഓക്കെ, അടുത്ത ഗ്രാസ് കിട്ടി. ഗ്രാസ് പൊട്ടിച്ചു. കോള് കിട്ടി. ഓക്കെ, സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു പിക്കാസ് ഉണ്ടാക്കാനുള്ള സ്റ്റോൺ ആയിട്ടില്ല. 3 സ്റ്റോൺ വേണം. ഇപ്പോൾ ഗ്രാസ്, പിന്നെ ഗോള്, പിന്നെ ബ്രിച്ച് വുഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക്
പിന്നെ നമുക്ക് ഓക്കെ ഗ്രാസ് കിട്ടിയിട്ടുണ്ട്, അത് പൊട്ടിക്കാം. പിന്നെ കോള് കിട്ടി, പിന്നെ ഓക്ക് വുഡ് കിട്ടി, പിന്നെ സ്റ്റോൺ കിട്ടിയ നമുക്ക് സ്റ്റോൺ പിക്കാച്ച് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഗൈസ്. നമ്മൾ പോയി സ്റ്റോൺ പിക്കാച്ച് ഉണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ സ്റ്റോൺ പിക്കാച്ച് സ്റ്റിക്ക് ഉണ്ടാക്കട്ടെ. സ്റ്റിക്കില്ല. അപ്പോൾ നൈസായിട്ട് നമ്മൾ സ്റ്റോൺ പിക്കാച്ച് ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ ഓക്കെ, നമുക്കൊരു സ്റ്റോൺ പിക്കാച്ച് ഇങ്ങോട്ട് ഉണ്ടാക്കാം. പോയി അപ്പോൾ ഓക്കെ, അതിനായിട്ട് ചായ കളഞ്ഞിട്ടുണ്ട്. പറന്ന് സേഫ് ലാൻഡിങ് കേട്ടോ. അടുത്തതും പോയി. അപ്പോൾ അടുത്തൊരു ചെസ്റ്റ് കിട്ടിയിട്ടുണ്ട്, അത് നമുക്ക് നൈസായിട്ട് പൊട്ടിച്ചെടുക്കാം. അതിൻ്റെ അകത്തുനിന്ന് മറ്റേ സാധനം എന്തോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഗ്രാസ്, കോള്, പിന്നെ വുഡ്, അങ്ങനത്തെ കുറച്ച് സാധനം, പിന്നെ ആട്, പശു, കോഴി, ഇതാണ് കേസ് ഇതിൻ്റെ മെയിൻ സാധനം. എന്നിട്ട് ചെസ്റ്റ് പൊട്ടിച്ച് പിന്നെ കോള് കിട്ടി നമുക്ക്, പിന്നെ സ്റ്റോൺ കിട്ടി, പിന്നെ 2 സ്റ്റോൺ കിട്ടി, 3 സാൻഡ് കിട്ടി, പിന്നെ തേങ്ങ, പിന്നെ സോംബി വന്നു. സോംബിയുടെ ചെസ്റ്റിൻ്റെ അകത്തുനിന്ന് കുറേ സാൻഡും കോബൊക്കെ കിട്ടും. അപ്പോൾ അടുത്ത ചെസ്റ്റ് പിന്നെ കിട്ടി, അതിൻ്റെ അകത്ത് മറ്റേ സാധനം തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ പൊട്ടിച്ച് പോകാം. അടുത്ത ചെസ്റ്റ് കിട്ടിയിട്ടുണ്ട്, എന്നാണെന്നറിയത്തില്ല. ഓക്കെ, അയം കിട്ടി ഗൈസ്, അയം കിട്ടി. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇങ്ങനെ ഇനി ഓപ്പിലോട്ട് കിട്ടുമായിരിക്കും. ഓക്കെ, നമ്മൾ സാൻഡ്, കോള്, ചെസ്റ്റ്, പിന്നെ ഇത് ഫുള്ള് ചെസ്റ്റ് കളിയാണല്ലോ. അപ്പോൾ പിന്നെ അയൺ രണ്ടാമത്തെ അയൺ കിട്ടിയിട്ടുണ്ട്. നൈസായിട്ട് നമുക്ക് പൊട്ടിച്ച് പോകാൻ പെട്ടെന്ന്. അപ്പോൾ കോള്, ഓക്കെ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് എൻഡർ പേൾ കിട്ടും കേട്ടോ. അത് ഇവിടുന്ന് കിട്ടിയേ എൻഡർ പേൾ ഇവിടുന്ന് കിട്ടിയേ. നമുക്ക് കുറേ വാട്ടർ ബക്കറ്റും ലാവ ബക്കറ്റൊക്കെ കിട്ടി. അപ്പം നമുക്ക് നൈസായിട്ട് ഈ പ്ലാറ്റ്ഫോം ഒന്ന് വലുതാക്കാം. ഇപ്പോൾ രാത്രിയായി, ഇനി വല്ല മോബ്സ് സ്പോൺ ആകാതിരുന്നാൽ മതി. ഒന്നാമത് മറ്റേ സോംബിയെ കൊണ്ട് തലവേനയായിരുന്നു. അതിൻ്റെ കൂടെ ഇനി ക്രീപ്പറൊക്കെ വന്നാൽ അവനെ ചത്ത്. ഡേർട്ട് നല്ല സ്ഥലത്ത് വെച്ച്. പിന്നെ ഭയങ്കര പ്രോയാണ്ടല്ല, അപ്പം നല്ല കിട്ടുകാഴ്ചയായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നൈസായിട്ട് നമുക്ക് ഓക്ക് പ്ലാങ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അതും വെച്ചുകൊണ്ട് നമുക്ക് കുറച്ച് പ്ലാറ്റ്ഫോം വലുതാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, നമ്മളത് സ്ലാബ് ആക്കിയിട്ട് നമുക്ക് വലുതാക്കാം. അപ്പോൾ അതാണെങ്കിൽ നമുക്ക് കുറച്ച് ഇതിനേക്കാളും നമ്മുടെ ഓക്ക് പ്ലാങ്സിനേക്കാളും ലാഭമാണ് കേട്ടോ ഓക്ക് സ്ലാബ് നമുക്ക് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പം നൈസായിട്ട് ഓക്ക് സ്ലാബ് വെച്ചിട്ട് നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് വലുതാക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് നൈസായിട്ട് വലുതാക്കിയിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. അടുത്ത ഗ്രാവൽ നമുക്ക് ജസ്റ്റ് എവിടെ വെക്കാൻ പറ്റത്തില്ല, വെച്ചാൽ താഴോട്ട് പോകും. ഇങ്ങനത്തെ പൊട്ടത്തരമൊക്കെ ഞാൻ ചിലപ്പോൾ കാണിക്കും കേട്ടോ, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ഷമിക്കണം. നമ്മൾ അടുത്ത പ്ലാങ്സ് കൂടി വെച്ച് നമ്മുടെ പ്ലാറ്റ്ഫോം അത്യാവശ്യം വലുതാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നൈസായിട്ട് ഇന്നത്തെ വീഡിയോ നിർത്തിയാലോ? യെസ്, ഇന്നത്തെ വീഡിയോ നിർത്താൻ സമയമായി. നമ്മുടെ ഇനി അടുത്ത പാർട്ട് 2 ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇങ്ങനെ സീരീസ് ഒക്കെ വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ഇടുക, പിന്നെ നല്ലൊരു സപ്പോർട്ട് തരിക ഗൈസ്, നമ്മൾ ഇനി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബായ്. ഇനി നമുക്ക് ഇതിൻ്റെ പാർട്ട് 2 നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, നമ്മൾ പെട്ടെന്ന് തന്നെ ഈ പാർട്ട് 2 ഇടുന്നതായിരിക്കും. അപ്പം സി യു ലേറ്റർ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, പ്ലീസ് സപ്പോർട്ട്. അപ്പം ഓക്കെ, ബൈ ഗൈസ്.